നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്നായിരുന്നു താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത്. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. ഇത് ഒരിക്കലും മലയാള സിനിമയ്ക്ക് തന്നെ വളരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യവും വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യവും തന്നെയായിരുന്നു. സഹപ്രവർത്തകർ പോലും ഇതിനെക്കുറിച്ച് അധികം അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു തീരുമാനം. രാവിലെ തന്നെ മോഹൻലാൽ വിളിച്ചു പറയുകയുണ്ടായി, ഇന്നൊരു സുപ്രധാന തീരുമാനം എടുക്കാൻ പോവുകയാണ് എന്നുള്ളത്. അതിന് പിന്നാലെയായിരുന്നു ഓൺലൈൻ യോഗത്തിനിടെ ഈ ഒരു കൂട്ടരാജി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഭരണസമിതി പിരിച്ചുവിട്ടതോടെ അമ്മ സംഘടനയുടെ കൊച്ചിയിലെ ആസ്ഥാനമാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. ആ ഒരു കാഴ്ച, ഈ ഒരു ആസ്ഥാനം തുടങ്ങിയതിന് പിന്നാലെ ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. സാധാരണ മുൻവശത്തെങ്കിലും ജീവനക്കാർ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്പോൾ മുൻവശം പോലും പൂട്ടിയിട്ട് ഷട്ടറിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ടതെന്ന് പത്രക്കുറിപ്പിൽ മോഹൻലാൽ പറഞ്ഞത്. അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെയാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ പറയുമെന്നും ചില അംഗങ്ങൾ അറിയിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ യോഗം ചേർന്നത്. ജഗദീഷ് ഉൾപ്പെടെയുള്ള നടന്മാർ കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇതിനെ മുതിർന്ന താരങ്ങളുമായി മോഹൻലാൽ പലവട്ടം ചർച്ചകൾ നടത്തുകയും ചെയ്തു. യോഗത്തിന് മുൻപായി തന്നെ മോഹൻലാൽ ഒരു നിർണായക തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. യോഗത്തിൽ വളരെ വൈകാരികമായിട്ടായിരുന്നു മോഹൻലാലിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടായത്. ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംഘടന കടന്നു പോകുന്നത്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് എന്നാണ് മോഹൻലാൽ അറിയിച്ചത്. മോഹൻലാലിന്റെ തീരുമാനം കേട്ട് ഒരുമിച്ച് നേരിടാമെന്ന് എതിർപ്പുന്നയിച്ച അംഗങ്ങൾ പോലും പറഞ്ഞെങ്കിലും ഇത് ഉറച്ച തീരുമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോഹൻലാൽ രാജിവെക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്ഥാനമൊഴിയാൻ തീരുമാനിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും എന്നും പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമ്മതാർഹമായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരുമെന്നും പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു.